ഞാൻ ലച്ചു, ലക്ഷ്മിക്കുട്ടി എന്നാ ശരിക്കും പേര്. എങ്കിലും ലച്ചു എന്നാ എല്ലാവരും എന്നെ വിളിക്കാറ്. ഇത് പൂമംഗലം തറവാട്. എൻ്റെ അമ്മ പാർവതി മേനോന്റെ വീട് ഇവിടെയാണത്രേ. ഞാൻ ജനിച്ചതും 2 വയസ്സുവരെ വളർന്നതുമൊക്കെ. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി വന്നതാണിവിടെ. തറവാടും നാട്ടിൻപുറവും ഇഷ്ടമല്ലാത്ത അച്ഛനും അമ്മയും ഇതെല്ലാം എത്രയും പെട്ടെന്ന് വിറ്റ് തിരിച്ച് പട്ടണത്തിലേക്ക് തന്നെ പോകാൻ തിടുക്കത്തിലായിരുന്നു. പക്ഷേ ഈ തറവാട്ടിനുള്ളിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ. എന്താ സാറ് വരാൻ പറഞ്ഞത്? നോക്കൂ മിസ്റ്റർ ശ്യാം, ഇത് മോളുടെ ബുക്കിൽ നിന്ന് കിട്ടിയതാ. ഇന്നലെയുണ്ടായിരുന്നു മറ്റൊരു ചിത്രം. ഇതിങ്ങനെ തുടർന്നാൽ മറ്റു പലർക്കും ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഈ വിഷയത്തിൽ കാര്യമായി ശ്രദ്ധിക്കണം. ഓക്കെ സാർ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ഓക്കെ. ആഴക്കടലിൽ മുങ്ങി തപ്പി പവഴമത്തെടുക്കാൻ പോയതായിരിക്കും ഇന്നത്തെ സ്വപ്നം അല്ലേ? ലച്ചു എവിടെ പാർവതി? ഓ, ഇത് കൊള്ളാം. എന്നോടാണോ ചോദിക്കുന്നത്? ശ്യാമേട്ടന്റെ കൂടെയല്ലേ കടന്നുറങ്ങിയത്? ദാ ഈ ചായ ഒന്ന് കുടിച്ചേ, എന്നിട്ട് പെട്ടെന്ന് കുളിക്കാൻ നോക്ക്. എന്നാലും അവൾ എവിടെ പോയി? അവള് പുറത്തെങ്ങാനും കാണും. ചായ കുടിച്ചിട്ട് പോയി എളുപ്പം കുളിച്ചേ. ആ കപ്പിങ്ങതാ. ആഹാ, ഇവിടെ വന്നത് മുതല് അവളിലെ മാറ്റം എനിക്ക് വല്ലാതെ പേടി തോന്നുക. കളിയൂല്ല, ചിരിയൂല്ല. നിന്റെ പഴയ തറവാടല്ലേ? ഇവിടൊക്കെ ആത്മാക്കൾ സ്റ്റേ ചെയ്യുന്നുണ്ടോന്ന് ആർക്കറിയാം? തമാശ പറയല്ലോ ശ്യാമേട്ടാ. നമുക്ക് ലച്ചുവിനൊരു നല്ല ഡോക്ടറെ കാണിക്കാം. ആ, നമുക്ക് നോക്കാം. ഇതൊന്ന് വിറ്റ് കിട്ടിയാൽ നമുക്കിവിടുന്ന് പോകാമായിരുന്നു. വന്നിട്ട് 2 മാസല്ലേ ആവുന്നുള്ളൂ. ഗോവിന്ദമാമൻ നോക്കുന്നുണ്ട്. ചേച്ചേ, ഇതാ വരുന്നു. ആ, കഴിഞ്ഞോ? ബാക്കി പറമ്പിലുണ്ട്. അധികമൊന്നുമില്ല. നോട്ടല്ലല്ലോ. എത്രയാ വേണ്ടേ? അതെന്തേലും തന്നാ മതി. എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? 432. ഒരു 300 റുപ്യ മതി. ഇത് കുറച്ച് കൂടുതലാണല്ലോ. ഇതിലും ഭേദം ആ ബംഗാളി ചെക്കനായിരുന്നു. നാട്ടിലുള്ളവരെക്കാട്ടിലും നിങ്ങൾക്ക് പുറത്തുള്ളവരെയാണല്ലോ വിശ്വാസം. ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. എനിക്ക് ക്യാഷൊന്നും വേണ്ട. വിഷുവേട്ടനുള്ളപ്പോൾ ഈ കണക്ക് പറച്ചിലിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പോണം. ഒരു കണക്ക് പറച്ചിൽ. ഗൗരിക്കുട്ടിക്ക് കളിക്കാൻ പുതിയ കൂട്ടുകാരിയൊക്കെ ആയല്ലോ. ഇതെന്താ കയ്യില്? ഉണ്ണിയപ്പ ലച്ചിന് കൊടുക്കാൻ അമ്മ ഉണ്ടാക്കി തന്നതാ. ആ,
തേങ്ങയിടൽ കഴിഞ്ഞോ രാമൻകുട്ടി? കുറവാണ്, നോട്ടല്ലാതെ കിടക്കല്ലേ. ആർക്ക് വേണ്ടിയിട്ടാ നോക്കുന്നത്? വീട് വിറ്റിട്ട് കാശ് മേടിക്കാൻ വേണ്ടി വന്നവരാ അവര്. അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ നടക്കുക. തറവാടും തന്തയും തള്ളൊക്കെ ആർക്ക് വേണം? എല്ലാറ്റിനും പണം മതി. ശരി, രാമൻകുട്ടി ചെല്ല്. പാർവതി ചേച്ചിയുടെ ആദ്യ ഭർത്താവ് വിഷേട്ടനുണ്ടായിരുന്നപ്പോൾ എങ്ങനെ കഴിഞ്ഞിരുന്നതാ? എല്ലാം പോയി. പണം പണം. തെക്കിനി കോലായങ്ങളിലും മച്ചിനുള്ളിലുമൊക്കെ ചില നിഴലുകൾ ഞാൻ കാണാറുണ്ട്. ഭയം കാരണം എനിക്കൊന്നും പറയാൻ കഴിയാതാവുകയാണ്. വലിയ മരങ്ങൾക്കിടയിൽ കാട്ടുവള്ളികൾ ചുറ്റുവരിഞ്ഞ തൊടിയിലെ സർപ്പക്കാവിലും പാതിരാത്രിയിൽ ഞാൻ പല കാഴ്ചകളും കാണാറുണ്ടായിരുന്നു. സർപ്പങ്ങളുടെ നിഴലുകൾ പോലെ അവ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, മോളെ കാണുന്നില്ല. മോളെ കാണുന്നില്ല. എവിടെ? നടുക്കിടുന്ന മോളെവിടെ? നീ ഒച്ച വെക്കല്ല, നീ ഒച്ച വെക്കല്ല. അവൾ ഇവിടെ എവിടെയും കാണും. മോളെ, മോളെ, മോളെ ലച്ചു, മോളെ, എന്റെ മോളെ മോളെ, കാണുന്നില്ല. മോളെ ലച്ചു, മോളെ, ഈശ്വര, ലച്ചു മോളെ, മോളെ ലച്ചു, മോളെ, ലച്ചു മോളെ, 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 മോളെ ലച്ചു, എന്റെ മോളെ എവിടെ പോയി? ലച്ചു, ലച്ചു, മോളെ ലച്ചു, മോളെ, 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 ശ്യാമേട്ടാ, ലച്ചു മോളെ, മോള് കിടക്കുന്നു. എവിടെ? ലച്ചു, മോളെ, 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 മോൾക്ക് എന്ത് പറ്റി? ലച്ചു, മോളെ, ലച്ചു, ലച്ചു മോൾക്ക് എന്ത് പറ്റി? മോളെ, ശ്യാമേട്ടാ, മോളെ, 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 ലച്ചു മോളെ. അയ്യോ. മോളുടെ പേരെന്താ? ലക്ഷ്മിക്കുട്ടി. ലച്ചു എന്ന് എല്ലാരും വിളിക്കുക. നല്ല പേരാണല്ലോ. എഴുന്നേറ്റോ കേട്ടോ. മിസ്റ്റർ ശ്യാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. സർ, തറവാട്ടിലേക്ക് വന്ന ശേഷം അവൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങളുടെ ഡൗട്ട് എനിക്ക് മനസ്സിലാവും. പഴയ തറവാട്, സർപ്പക്കാവ്, നിഗൂഢതകൾ, ഈ വക അന്ധവിശ്വാസങ്ങളിലൊക്കെ നിങ്ങളും... എനിക്കിതിൽ വല്ല വിശ്വാസം ഉണ്ടായിട്ടല്ല സാർ, പാർവതി നിർബന്ധിച്ചിട്ടാണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ശരി സാർ. ഓക്കെ സാർ.